തിരുവനന്തപുരത്ത് ബി.ജെ.പി. വേദിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. കോൺഗ്രസിനെ എം.എം.സി അഥവാ മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്ന് വിളിച്ച് പരിഹസിച്ച മോദിക്ക് അക്കമിട്ട് മറുപടി നൽകിക്കൊണ്ട് എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം പിടിച്ചടക്കി എന്ന് കരുതി കേരളം മൊത്തം പിടിച്ചടക്കാമെന്ന് ആരും മോഹിക്കേണ്ട എന്ന ശക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. മോദിയുടെ പ്രസംഗം കേവലം വർഗീയ വിഷം ചീറ്റലാണെന്നും കേരളത്തിന്റെ സംസ്കാരം പ്രധാനമന്ത്രിക്ക് അറിയില്ലെന്നും കെ.സി. തുറന്നടിച്ചു. ശബരിമല വിഷയം വീണ്ടും ഉയർത്തിക്കാട്ടിയാണ് മോദി തന്റെ പ്രസംഗം കൊഴിപ്പിച്ചത്. ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ളയടിക്കപ്പെട്ടുവെന്നും ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ കുറ്റവാളികളെ ജയിലിലടയ്ക്കുമെന്നും അദ്ദേഹം മോദി ഗ്യാരണ്ടി നൽകി. ഇതിനെതിരെ കെ.സി. വേണുഗോപാൽ ആഞ്ഞടിക്കുന്നത് ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നത് വർഗീയത വിളമ്പാൻ മാത്രമാണോ? കേരളത്തിന്റെ ചരിത്രം മോദി ആദ്യം പഠിക്കണം. ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ചട്ടമ്പി സ്വാമികളുടെയും മണ്ണിൽ വന്ന് ഇത്തരം തറ നിലവാരത്തിലുള്ള വർഗീയത പറയുന്നത് കേരളത്തിന് തന്നെ നാണക്കേടാണ്. ഉത്തർപ്രദേശിലും ബീഹാറിലും നടത്തുന്ന അതേ തന്ത്രങ്ങൾ ഇവിടെ ചെലവാകില്ലെന്ന് കെ.സി. ഓർമ്മിപ്പിക്കുന്നു. മുസ്ലിം ലീഗിനെ വർഗീയവാദികൾ എന്ന് വിളിച്ച മോദിക്ക് ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുകയാണ് കെ.സി. വേണുഗോപാൽ. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ രാജ്യം മുഴുവൻ കത്തുമ്പോഴും കേരളത്തിൽ കലാപമുണ്ടാകാതിരിക്കാൻ റോഡിലിറങ്ങി അയ്യപ്പ ഭക്തർക്ക് സംരക്ഷണം നൽകിയ ചരിത്രമാണ് പാണക്കാട് തങ്ങൾക്ക് മുസ്ലിം ലീഗിനുമുള്ളത്. അങ്ങാടിപ്പുറം തളിക്ഷേത്രം ആക്രമിക്കപ്പെട്ടപ്പോൾ അന്ന് ഓടിയെത്തി തീയണയ്ക്കാൻ മുൻകൈയെടുത്തത് മുസ്ലിം ലീഗുകാരായിരുന്നു. ഇത്തരത്തിൽ സാഹോദര്യത്തിന്റെ വലിയ ചരിത്രമുള്ള ഒരു പാർട്ടിയെ വർഗീയമെന്ന് വിളിക്കാൻ മോദിക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് കെ.സി. ചോദിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുന്ന പ്രധാനമന്ത്രിക്ക് ഈ മണ്ണിൽ നിന്ന് തന്നെ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. യു.ഡി.എഫും എൽ.ഡി.എഫും ഒരേ അജണ്ടയുള്ളവരാണെന്നും ഇവർ കേരളത്തെ തകർത്തുവെന്നും മോദി ആരോപിക്കുന്നു. എന്നാൽ ഇതിനെ കെ.സി. വേണുഗോപാൽ തള്ളിക്കളയുന്നത് വളരെ വ്യക്തമായാണ്. കേരളത്തിൽ ബി.ജെ.പിയെ എന്നും പ്രതിരോധിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന യു.ഡി.എഫ് തന്നെയാണ്. തിരുവനന്തപുരത്തെ ഒരു ജയം കാട്ടി കേരളത്തെ മൊത്തം വിഴുങ്ങാമെന്ന വ്യാമോഹം നടക്കില്ല. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുകയും എന്നാൽ ഉള്ളിൽ മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കാൻ നോക്കുകയും ചെയ്യുന്ന ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് കേരളം തിരിച്ചറിയുന്നുണ്ട്. കേരളത്തെ വർഗീയതയുടെ ലബോറട്ടറിയാക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ല. ചുരുക്കത്തിൽ മോദിയുടെ പ്രസംഗം കേവലം ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണെന്നാണ് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. വർഗീയതയുടെ ലാഭായി കേരളത്തെ മാറ്റാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് അല്ല, മറിച്ച് ബി.ജെ.പി. ആണ്. ഡൽഹിയിലിരുന്ന് കേരളത്തെ അളക്കുന്ന പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായ മറുപടി വോട്ടിലൂടെ നൽകുമെന്ന് ഉറച്ച വിശ്വാസത്തോടെയാണ് കെ.സി. തന്റെ പ്രതികരണം അവസാനിപ്പിച്ചത്. നിങ്ങള് നരേന്ദ്രമോദി വന്നിട്ട് കേരളത്തിൽ പ്രസംഗിച്ചതറിഞ്ഞോ? ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നാടായ കേരളത്തിൽ വന്ന് വർഗീയത മാത്രം വിളമ്പാനായിട്ടൊരു പ്രധാനമന്ത്രി വരുന്നത് അങ്ങേയറ്റം നാണക്കേടാണ്. കേരളത്തിന്റെ ചരിത്രം ആദ്യം പ്രധാനമന്ത്രി പഠിക്കണം. കേരളത്തിന്റെ ചരിത്രം പഠിക്കണം. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രവും പഠിക്കണം. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് സഞ്ചരിക്കാനുള്ള യാത്രയൊരുക്കുന്നതിന് വേണ്ടി റോഡിലിറങ്ങി സഹായം ചെയ്തു കൊടുത്ത പാർട്ടിയാണ് പാണക്കാട് തങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗ്. അങ്ങാടിപ്പുറം ക്ഷേത്രം കത്തുമ്പോൾ ആ കത്തുന്ന ക്ഷേത്രത്തിന് മുന്നിൽ അവിടെ പോയി ധൃതി പോയിട്ട് അത് തണുപ്പിക്കാനും അത് ആ കത്തുന്ന ക്ഷേത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇല്ലാതാക്കാനും ശ്രമിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. അപ്പോൾ ഒരൊറ്റ അടിയാണ്. എന്താണ് മാവോയിസ്റ്റ് നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. പുള്ളി ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ബീഹാറിലും പറയുന്ന കാര്യം കേരളത്തിൽ വന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ശ്രമിക്കുകയാണ്. ഇത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയും.